പീഡനങ്ങളെ കായികമായി പ്രതിരോധിക്കുന്ന രീതി ഇസ്ലാമികമാണോ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് അത് മദീനത്ത് പോയത്. അതിനുശേഷമാണ് നബിയും സഹാബത്തും യുദ്ധത്തിന് പുറപ്പെട്ടുള്ളത്. അങ്ങനെയല്ലേ രീതി? എന്നാൽ ഇന്ത്യയിൽ അത്തരം ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത്. അത് ശരിയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം കേൾക്കാം. മക്ക കാലഘട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുമായി രംഗപ്രവേശനം ചെയ്ത ആദ്യത്തെ 13 വർഷം മക്കത്തായിരുന്നു. പിന്നീട് ഹിജ്റ പോയി, അതിന് മദീന കാലഘട്ടം. ഇവിടെ ഒരു ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തിൻ്റെ പ്രവർത്തനത്തെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മക്ക സംഭവം, മക്ക കാലഘട്ടം കുറച്ച് വല്ലാതെ ഊതി വീർപ്പിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ. അവിടെ ആർക്കായിരുന്നു ഈ കഷ്ടപ്പാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രയായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ 13 വർഷത്തിനിടയിൽ പീഡനങ്ങളേറ്റ് ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യ രാജ്യത്ത് പീഡനങ്ങളിൽ മരിക്കുന്നത് ഓരോ കലാപങ്ങളിൽ തന്നെ 2000, 2500, 1000 ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ വളരെ ക്രൂരമായിട്ട് ഗുജറാത്തിലെ സംഭവങ്ങളും ചിത്രങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ക്രൂരമായ രീതി. ഇങ്ങനത്തെ എന്തെങ്കിലും രീതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടെ ആക്രമിക്കപ്പെട്ടിരുന്നത് തന്നെ മിക്കവാറും അടിമകളായിരുന്നു. അവർ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അക്രമത്തിനിരയായ പിന്നെ അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് അക്രമം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തന്നെ അബൂജഹലിനെ അടിച്ചുകൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെ പരസ്യമായി പ്രസംഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുക്കുകയും അങ്ങനെ ഉത്ബത്തുമായി ഏറ്റുമുട്ടേണ്ടി വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും ഒക്കെ ഉണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഉടനെ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കാൻ അനുവാദം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു വൈകുന്നേരം വരെയൊക്കെ അടിച്ചെന്ന ദിവസങ്ങളുണ്ട്. ഉത്ബത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റുമുട്ടി. ഉത്ബത്തിനെ മറിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചിൽ കയറിയിരുന്ന് കണ്ണിന് കുത്തി എന്നൊക്കെയുള്ള ഇത് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഗോത്ര സംരക്ഷണം, സായുധ സംരക്ഷണം, കുടുംബ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ സ്വീകരിച്ചിരുന്നു. ചുരുക്കത്തിൽ അന്നും അവരൊക്കെ വളരെ ധീരരായി തന്നെയാണ് നിന്നത്. പക്ഷേ ഒരു യുദ്ധം എന്ന നിലക്കുള്ള ഒരു ഏറ്റുമുട്ടുള്ള രീതി അവിടെ ഉണ്ടായിട്ടില്ല. അത് അല്ലാഹു തആല അനുവാദം കൊടുക്കാത്തത് കൊണ്ടാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അല്ലാഹു തആല അനുവാദം കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാരണം. ഇനി ആ മക്ക കാലഘട്ടവും ഇന്ത്യയിലെ കാലഘട്ടം മക്ക കാലഘട്ടമാണെന്ന് പറയാൻ എന്താണ് കാരണം? മക്ക കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള മദീന കാലഘട്ടം വന്നത്. ഈ രണ്ടാം മക്ക കാലഘട്ടം എന്ന് മുതൽക്കാ തുടങ്ങിയത്? മദീന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നവരെ ആ കാലഘട്ടം നിലനിൽക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ച സൈന്യത്തെ അയക്കാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് റോമ, പേർഷ്യൻ ചക്രവർത്തിമാരെ മുഴുവൻ കീഴടക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ആ കാലത്തൊന്നും രണ്ടാം മക്ക കാലഘട്ടം തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് ഇന്ത്യ രാജ്യത്തെ ചരിത്രം മാത്രം എടുത്തു നോക്കൂ. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുസ്ലിങ്ങൾ അത് ജിഹാദായി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി ശക്തമായ പോരാട്ടം നടക്കുന്ന കാലം വരെയും ഇന്ത്യ രാജ്യത്തും മക്ക കാലഘട്ടം തിരിച്ച് വന്നിട്ടില്ല. മദീന കാലഘട്ടം തന്നെയാണ്. ഇന്ന് ഈ നിമിഷത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നും ഏത് വന്നിട്ടില്ല, മക്ക കാലഘട്ടം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എന്ന് മുതൽക്കാണ്? പിന്നെ എങ്ങനെയാണ് NDF-കാർക്ക് മാത്രം ഒരു മക്ക കാലഘട്ടം തിരിച്ചു വന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇനി മറ്റൊരു രൂപത്തിൽ കൂടെ ചിന്തിച്ചു നോക്കുക. ഓരോ രാജ്യത്തും ഇസ്ലാം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 13 വർഷം അവിടെയൊക്കെ മക്ക കാലഘട്ടമായിട്ട് ആചരിക്കണം എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യം ഇസ്ലാം വന്ന ഉടനെ ഒരു 13 വർഷം എങ്ങനെ മക്ക കാലഘട്ടം ആചരിച്ചിരുന്നെങ്കിൽ അത് കഴിഞ്ഞും ചെയ്തു. 1400 കൊല്ലമായല്ലോ, കൊല്ലം കഴിഞ്ഞല്ലോ ഇസ്ലാം വന്നിട്ട് ഇന്ത്യയിൽ, അല്ലേ? അപ്പോൾ ആ കാലഘട്ടം ഉണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞു പോയി. ഇനി ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾ ഒരു 13 വർഷം മക്ക കാലഘട്ടമായിട്ട് ആചരിക്കണം എന്നുണ്ടോ? ഇനി അങ്ങനെ അല്ല.
ഒരു നിലക്ക് എല്ലാവരും ഈ പണ്ഡിതന്മാരൊക്കെ പാടെ സമ്മതിക്കുകയാണ് നമുക്ക് ഇവിടെ മക്ക കാലഘട്ടമായിട്ട് ആചരിക്കാന്ന് നമുക്ക് നല്ല സുഖമാണ്. എന്താ, മക്ക കാലഘട്ടത്തിൽ കള്ളു കുടിക്കുക, കാരണം അന്ന് കള്ളു വിരോധിച്ചില്ലല്ലോ. അതുപോലെ തന്നെ മക്ക കാലഘട്ടത്തിന്റെ ഏകദേശം അവസാനമാകുമ്പോഴാണ്, അതായത് ഹിജ്റയുടെ അനുഭവത്തിന്റെ 10-ാം വർഷമാണ് നിസ്കാരം നിർബന്ധമാവുന്നത്. ആദ്യ കാലഘട്ടത്തിലൊന്നും അതിന് ആവശ്യമില്ല. പിന്നെ ജുമാ വേണ്ട, ജക്കാത്ത് കൊടുക്കണ്ട, പലിശ നിരോധിക്കപ്പെടുന്നില്ല, ഹജ്ജ് നിർബന്ധമാവുന്നില്ല. കുറേ സുഖങ്ങളുണ്ടായില്ലേ മക്ക കാലഘട്ടമായിട്ട് മാറേണ്ടിയില്ല. എങ്കിലും നമ്മൾ അതൊന്ന് പരിശോധിച്ച് നോക്കുക. ചുരുക്കത്തിൽ കാലഘട്ടത്തിന്റെ കാര്യം പറഞ്ഞ് തൻ്റെ മുഖത്തേക്ക് വരുന്ന തല്ല് തടുക്കാൻ പാടില്ല എന്ന് പറയുന്ന യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നത്. തല്ല് തടുക്കേണ്ടത് ഒരു കാലഘട്ടത്തിലല്ല. വേണമെങ്കിൽ നമുക്ക് പറയാം തല്ലിൻ്റെ കാലഘട്ടം കഷ്ടകാലഘട്ടമാണ്. അപ്പോഴാണ് അത് കിട്ടുമ്പോഴാണ് അത് തടുക്കേണ്ടത്. ഇതൊരു കാലഘട്ടം പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ നിഷ്ക്രിയരാക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല.